നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ സ്വന്തം MLA. വിജയം 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. 7 പഞ്ചായത്തുകളിലും നഗരസഭകളിലും UDFന് വ്യക്തമായ വോട്ട് നേട്ടം. ആര്യാടൻ ഷൗക്കത്തിന് കൈകൊടുത്ത് ഇടത് കോട്ടകൾ. നിലമ്പൂരിൽ അൻവർ ഇഫക്റ്റ്. താൻ ജനകീയത്തിൻ്റെ ആളാണെന്ന് അൻവർ. നേടിയത് പിണറായിയുടെ വോട്ടുകളെന്നും PV അൻവർ. UDFന്റെ 10,000-ലേറെ ക്രോസ് വോട്ടുകൾ സ്വരാജിന് ലഭിച്ചുവെന്ന് അൻവർ. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ 2026 കേരളം ഭരിക്കുമെന്നും അൻവർ. സർക്കാരിനെ ജനങ്ങൾ മനസാക്ഷി കോടതിയിൽ വിചാരണ ചെയ്തുവെന്ന് VD സതീശൻ. എപ്പോഴും തുറക്കാവുന്ന വാതിലാണ് UDFന്റേതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിലമ്പൂരിൽ അടിതെറ്റി LDF. സ്വന്തം പഞ്ചായത്തിലും M സ്വരാജിന് നേട്ടമില്ല. ഇടതുപക്ഷം ശ്രമിച്ചത് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പോരാട്ടമായി വികസിപ്പിക്കാനെന്ന് സ്വരാജ്. തോൽവി പരിശോധിക്കും, കാര്യങ്ങൾ ഉൾക്കൊള്ളും, ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും സ്വരാജ്. ഏഴ് പഞ്ചായത്തുകളിലും നഗരസഭകളിലും വ്യക്തമായ വോട്ട് നേട്ടം UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഇഫക്റ്റിന്റെ പ്രതിഫലനവും ഉണ്ടായി. പിണറായിയുടെ വോട്ടുകൾ താൻ നേടിയെന്നായിരുന്നു ആദ്യ പ്രതികരണം. അൻവറിന് എപ്പോൾ വേണമെങ്കിലും UDFിലേക്കുള്ള വാതിൽ തുറക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാരിനെ ജനങ്ങൾ മനസാക്ഷി കോടതിയിൽ വിചാരണ ചെയ്തുവെന്നാണ് VD സതീശൻ പ്രതികരിച്ചത്. തോൽവിയെ അതിൻ്റെ അതേ സ്പിരിറ്റിൽ ഏറ്റെടുക്കുകയാണെന്ന് M സ്വരാജും പ്രതികരിച്ചു. വിശകലനങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അർഹിച്ച വിജയം, ആഗ്രഹിച്ച ജയം. UDF ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു, ഒരു ദിശാസൂചിക നൽകും, ഇത് ഒരു ഊർജമായി മാറും. ഇതൊക്കെയാണ് UDFന്റെ പ്രതികരണം. ഒടുവിൽ ലഭിക്കുന്ന വാർത്തകൾ നിലമ്പൂരിൽ നിന്നും എന്താണ്? എങ്ങനെയായിരുന്നു UDFന്റെ ഈ നേട്ടം? രാജേഷ്, ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഔദ്യോഗികമായ ഒരു കണക്കുകൂടി ഇപ്പോൾ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പുറത്തുവിടുന്നത്. UDF ആര്യാടൻ ഷൗക്കത്ത് 77,737 വോട്ട്, LDF എം സ്വരാജ് 66,660 വോട്ട്, സ്വതന്ത്രനായ PV അൻവർ 19,760 വോട്ട്, BJPക്ക് വേണ്ടി മോഹൻ ജോർജ് 8,648 വോട്ട്, SDP സാധിക്ക 20,075, ഭൂരിപക്ഷം 11,077 വോട്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യമായൊരു കണക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. 11,077 വോട്ടിനാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. M സ്വരാജ് 66,660 വോട്ടുകൾ കൂടി നേടിയിരിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ തന്നെ കരുളായി ഒഴികെയുള്ള മുഴുവൻ പഞ്ചായത്തിലും UDFന്റെ തേരോട്ടമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് മൂത്തേടം അടക്കമുള്ള പഞ്ചായത്തുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് മൂത്തേടം നിലമ്പൂർ നഗരസഭ LDFന്റെ കൈവശമുള്ള നഗരസഭയാണ്. അവിടെ 3,967 വോട്ടിന്റെ ലീഡ് നേടാൻ ഷൗക്കത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും, അതായത് 4,000 വോട്ട്. ഈ 11,000-ൽ ഏറ്റവും നിർണായകമാകിയത് ആ വോട്ടുകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ അമരമ്പലം, അതായത് LDFന്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ പോലും കൃത്യമായ ലീഡ് UDFന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. UDFന്റെ പഞ്ചായത്ത് കരുളായിൽ മാത്രമാണ് LDF 118 വോട്ടിന് മാത്രമാണ് ഒരു ലീഡ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നത്. കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു നടന്നതെന്ന് M സ്വരാജ് പറയുന്നു. രാഷ്ട്രീയമായി ഏതൊക്കെ തരത്തിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് പരിശോധിക്കുമെന്ന് കൂടിയാണ് സ്വരാജ് പറഞ്ഞു വെക്കുന്നത്. അതേസമയം എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും മറികടന്നാണ് വിജയമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് UDF വോട്ട് തേടിയത്. മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതോടുകൂടി വ്യക്തമായെന്ന് കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുടെ സമയമാണ്. എവിടെ പാളിച്ച പറ്റി, എവിടെയാണ് ഏതൊക്കെ തരത്തിലാണ് നേട്ടമുണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ ഓരോ മുന്നണിയും ഇനി വിലയിരുത്തും, കൃത്യമായി പരിശോധിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. CPMന്റെ ഭാഗത്ത് നിന്ന്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് എവിടെയാണ് പാളിച്ച പറ്റി എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം RSS
RSSുമായി സഖ്യമുണ്ടായെന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിലമ്പൂർ പോലൊരു സ്ഥലത്ത് പറയുമ്പോൾ അവിടെ കൃത്യമായി തന്നെ ഏതൊക്കെ തരത്തിൽ പാളിച്ചകൾ വന്നിട്ടുണ്ടെന്ന് പറയേണ്ടത് അല്പസമയത്തിനകം തന്നെ പ്രശാന്തിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു തത്സമയം. ഞങ്ങൾ അംഗീകരിക്കുക. ഞങ്ങൾക്കുണ്ടായ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. ഞങ്ങൾ വല്ല തിരുത്തലുകളും വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകും എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച വോട്ട് 78,527. എന്നാൽ ഇത്തവണ UDFന് ലഭിച്ച വോട്ട് 77,057 ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഇപ്രാവശ്യം നിലനിർത്താൻ അവർക്ക് ആയിട്ടില്ല. UDFന് 1470 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ UDFന് കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ പട്ടികയിലല്ല നിലമ്പൂർ നിയോജക മണ്ഡലം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ മത്സരിച്ച ലഭിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വസ്തുതാപരമായി നിങ്ങളെല്ലാം കയ്യിൽ ഉള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറമേ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമ്പോഴാണ് LDFന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിച്ച് വരാൻ സാധിച്ചിട്ടുള്ളത്. UDFനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. UDFന് ലഭിച്ച വോട്ടുകൾ എവിടെ നിന്നാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ വോട്ടാണ് ഇപ്രാവശ്യം ലഭിച്ചതെങ്കിലും ആ വോട്ടുകൾ തന്നെ ലഭിക്കുന്നത് വർഗീയ ശക്തികളുടെ പിൻബലത്തോടു കൂടിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി തന്നെ വിധി വരുന്നതിന് മുമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അവർക്ക് മുമ്പ് അവിടെ 12,284 വോട്ട് വരെ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ലഭിച്ച വോട്ട് 8,706 എന്നുള്ളതാണ് കണക്ക്. BJP വോട്ടുകൾ ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ വലതുപക്ഷത്തിന് വോട്ട് നൽകിയതായി ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വോട്ട് നൽകിയതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുമ്പും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് MV ഗോവിന്ദൻ
സെൻട്രൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തോൽവി പരിശോധിക്കും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇനി അൻവറിൻ്റെ പ്രതികരണത്തിലേക്ക്. പിണറായി സത്യത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചതെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. തനിക്ക് വോട്ട് ലഭിക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇത്. UDF നിന്നും ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്. സ്വരാജ് തോറ്റമ്പിക്കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ക്രോസ് വോട്ടാണ് നില മെച്ചപ്പെടുത്തിയതെന്നും അൻവർ പ്രതികരിച്ചു. നമ്മൾ പിണറായി സത്യത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ LDF ക്യാമ്പിൽ നിന്നാണ്. അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെൻറ്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും MLA മാരും MP മാരും തലകുത്തി മറിഞ്ഞിട്ടും PV അൻവറിന് ഒരു 3000 വോട്ട്, പിന്നെ ഒരു 5000 വോട്ട്, പിന്നെ ഞെരുങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു 8000 9000 എത്തിയിരുന്നു. 40% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ 10000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചില പാഠങ്ങൾ ഞാൻ പറയുന്ന പിണറായിസം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ്. മലയോര വിഷയം 63 മണ്ഡലങ്ങളിൽ അതിസജീവമാണ്. 489 പഞ്ചായത്ത്. ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കാതെ ഒരു ഗവൺമെൻറ്റിനും 2026 അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവൺമെൻറ് രൂപീകരിച്ച് കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അൻവർ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം സർക്കാരിനെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. UDFിൻ്റെ പൊളിറ്റിക്കൽ വോട്ട് അതേപടിയുണ്ട്. വലിയ ഭൂരിപക്ഷത്തിലാണ് സീറ്റ് തിരിച്ചുപിടിച്ചത്. നിലമ്പൂരിൽ ഒരു പാർട്ടിയെ പോലെയാണ് UDF പ്രവർത്തിച്ചതെന്നും കേരള രാഷ്ട്രീയത്തിൽ അതിശക്തമായ മുന്നണിയായി UDF മാറിയെന്നും VD സതീശൻ പ്രതികരിച്ചു. നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്താണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത്. കാരണം കേരളത്തിൽ 9 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണിതെന്നാണ് UDF നേരത്തെ പ്രഖ്യാപിച്ചത്. ജനങ്ങൾ അവരെ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ ടീം UDFിൻ്റെ വിജയമാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയെന്നും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ വിജയം ഉണ്ടായതെന്നും ചാണ്ടി ഉമ്മൻ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. വളരെയധികം സന്തോഷം. ഇത് കൂട്ടായ വിജയം, പ്രവർത്തകരുടെ വിജയം, നേതാക്കന്മാരുടെ വിജയം, AC വേണുഗോപാലിന്റെ, പ്രിയപ്പെട്ട VD സതീശന്റെ, രമേശ് ചെന്നിത്തലയുടെ, സണ്ണി ജോസഫിന്റെ വിജയം, കോൺഗ്രസ് പാർട്ടിയുടെ, മുസ്ലിം ലീഗിന്റെ, PK കുഞ്ഞാലിക്കുടിയുടെ, പാലക്കാട് നഗരയുടെ വിജയം. KK പ്രശാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് 11,077 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണോ ആര്യടൻ ഷൗക്കത്ത് വിജയിച്ച് കയറിയിരിക്കുന്നത്? മാത്രമല്ല UDF പ്രവർത്തകരുടെ ആവേശവും ആഹ്ലാദ പ്രകടനങ്ങളും എങ്ങനെയുണ്ട്? രാജേഷ്, പ്രവർത്തകരെല്ലാം ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് മടങ്ങി തുടങ്ങി. കാരണം ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ പഞ്ചായത്തിലേക്കും ആര്യടൻ ഷൗക്കത്ത് എത്തും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രവർത്തകർ മണ്ഡലം കേന്ദ്രീകരിച്ച് വലിയ ആഘോഷ പരിപാടികളിലേക്കും ആഹ്ലാദ പ്രകടനത്തിലേക്കും പോകും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 11,077 എന്നുള്ളതാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള കണക്ക്. അക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലെ കൂടി ഒരു അപ്ഡേഷൻ കൃത്യമായി വരേണ്ടതുണ്ട്. എങ്കിൽ പോലും ഈ പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഭൂരിപക്ഷം തന്നെയാണ് അതിനകത്തും കാണിച്ചിട്ടുള്ളത്. 11,077 എന്നുള്ളതാണ്. അതിൽ ലീഡിംഗ് എന്ന നിലയിൽ മാത്രമാണ് ഉള്ളതെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ആര്യടൻ ഷൗക്കത്ത് 77,737 വോട്ട് നേടി എന്നുള്ളതാണ്. M സ്വരാജ് 66,660, PV അൻവർ 19,760. ഇങ്ങനെയാണ് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥി 8,648 വോട്ടുകൾ കൂടി നേടിയിട്ടുണ്ട്. ഇങ്ങനെ ഏറ്റവും പ്രധാനമായ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ ജയിച്ച, അതായത് ഭൂരിപക്ഷം അതെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ PV അൻവർ ആര്യടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച അതേ ഭൂരിപക്ഷത്തിന്റെ ഏറെക്കുറെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക്
ഇപ്പോൾ ഷൗക്കത്തിന് വിജയിച്ച് കയറാൻ കഴിഞ്ഞു എന്നുള്ളത്. അതായത് ആര്യാടൻ മുഹമ്മദിന്റെ കൈവശമുണ്ടായിരുന്ന മണ്ഡലമാണ് അത്. അവിടുന്ന് പിന്നീട് PV അൻവർ പിടിക്കുന്നു. ഷൗക്കത്ത് മത്സരിക്കുന്നുവെങ്കിലും പരാജയപ്പെട്ടു പോകുന്നു. പക്ഷെ അവിടേക്ക് തന്നെ വീണ്ടും ആ മണ്ഡലം 8 വർഷം ആര്യാടൻ മുഹമ്മദ് ഭരിച്ച അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന ആ മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ മകൻ പിടിച്ചെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ആര്യാടൻ കുടുംബത്തിന്റെ ഒരു അപ്രമാദിത്വം ഈ മണ്ഡലത്തിൽ ദൃശ്യമാകുന്നു എന്ന് വേണം പറയാൻ. KK പ്രശാന്താണ് തത്സമയ വിവരങ്ങൾ നിലമ്പൂരിൽ നിന്നും നൽകിക്കൊണ്ടിരുന്നത്. UDF നേതാക്കൾക്ക് നന്ദി പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് പ്രതീക്ഷിച്ച പോലെ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും ഭൂരിപക്ഷം ലഭിച്ചു. വലിയ ഭൂരിപക്ഷം നേടി മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അഭിമാന നേട്ടമാണ്. പിണറായി വിജയൻ ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിജയമാണ് യഥാർത്ഥത്തിൽ ഇത്. നിലമ്പൂർ കഴിഞ്ഞ കുറേ കാലങ്ങളായി അവഗണിക്കപ്പെടുകയായിരുന്നു. AP അനിൽകുമാറും ജോയിക്കും പ്രത്യേക നന്ദിയെന്നും ഷൗക്കത്ത് അറിയിച്ചു. 200 വോട്ടിന്റെ പിറകിൽ പോയി. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് ചെയ്യാൻ പറ്റി. കരുളായിൽ 200 വോട്ടിന് പിറകിൽ പോയി എങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലും ലീഡ് ചെയ്യാൻ പറ്റി. ഒരു നല്ല ഭൂരിപക്ഷം ഈ ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂർ നിയോജകമണ്ഡലം, അതായത് കാളികാവും ചോക്കാടും ചാലിയാർ പഞ്ചായത്തും UDFന്റെ കുത്തകയായ പഞ്ചായത്തുകൾ, വലിയ ഭൂരിപക്ഷം നൽകുന്ന പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തുകൾ ഡീലിമിറ്റേഷന് ശേഷം നിലമ്പൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് പോയതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2011-ലാണ്. തീർച്ചയായിട്ടും ഇത് 2026 തുടക്കമാണ്, 2025 തുടക്കമാണ്. ഞങ്ങൾ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നിയമസഭയും തിരിച്ചു പിടിച്ചു തുടങ്ങുന്നതിന്റെ തുടക്കം ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്. CPMന്റെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ നമ്പർ 1 കാൻഡിഡേറ്റിനെയാണ് ഇവിടെ ജനം തോൽപ്പിച്ചിരിക്കുന്നത്. CPMനെ തോൽപ്പിച്ചു, LDFനെ തോൽപ്പിച്ചു. അതിശക്തമാണ്. കാരണം അവർ പറഞ്ഞല്ലോ അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 കാൻഡിഡേറ്റ് എന്ന്. പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 കാൻഡിഡേറ്റ് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പരാജയം, CPMന്റെ പരാജയം, സർക്കാരിന്റെ പരാജയം, LDFന്റെ പരാജയം. തീർച്ചയായിട്ടും തർക്കം അവർ ഫീൽഡ് ചെയ്തത് ആരെയാ? സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ ഫീൽഡ് ചെയ്തില്ലേ? ചോദിച്ചു വാങ്ങിച്ചതാണെന്ന് ചില സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞല്ലോ. UDF ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ അത് വാഴിക്കാൻ വേണ്ടിയിട്ടല്ല, വീഴ്ത്തി വിടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വീഴ്ത്തിയിട്ട് തന്നെയാണ് ജനവും വിട്ടിരിക്കുന്നത്. സന്തോഷം പറയാനുണ്ടോ? കേരളത്തിന് വേണ്ടി നിലമ്പൂരിലെ ജനത എടുത്ത തീരുമാനം അത് വലിയ സന്തോഷം തന്നെ. ബാക്കിയെല്ലാം പറയും. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മറിയുമ്മ. ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ആഗ്രഹമാണ് യാഥാർത്ഥ്യമായത്. അന്ന് മണ്ഡലം നഷ്ടപ്പെട്ടപ്പോൾ വലിയ വിഷമം ഉണ്ടായിരുന്നുവെന്നും മറിയുമ്മ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. സന്തോഷമായോ? ഓ, സന്തോഷമായി, നല്ല സന്തോഷമായി. നല്ല ഭൂരിപക്ഷത്തിനെല്ലാം ജയിച്ചു. പ്രതീക്ഷിതാണല്ലോ അല്ലേ? ഓ, പ്രതീക്ഷിച്ചാണ്. ഇപ്പം 2016 നഷ്ടപ്പെട്ടു പോയ മണ്ഡലമാണ് ഇപ്പം ആര്യാടൻ മുഹമ്മദിന്റെ മുഖം തിരിച്ചു പിടിക്കുന്നത്. അപ്പൊ സന്തോഷമില്ലേ? ഓ, വളരെ വളരെ സന്തോഷം. എന്താ തോന്നുന്നപ്പോ? എന്ത് തോന്നുന്നത്? ഇനിയും അടുത്തതിലും ജയിക്കട്ടെ, മുന്നേറണം. ഇനി UDF മണ്ഡലം വിട്ടുകൊടുക്കൂലെന്നാ? കൊടുക്കൂല, വിജയിക്കുന്ന കണ്ടതാണ്. വിജയിക്കും. അന്ന് 2016 മണ്ഡലം വിട്ട് ഭയങ്കര വിഷമമായി ഉണ്ടാവും അല്ലേ? ഓ, നല്ല വിഷമത്തിലായിരുന്നു. ഇപ്പൊ തിരിച്ചു പിടിച്ചതിൽ വളരെ വളരെ സന്തോഷമായി. എപ്പാക്കും അതിപ്പോ തിരിച്ചു പിടിക്കണം എന്നില്ല ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അതിപ്പോ സഫലമായി. സർക്കാരിനെതിരായ വിധിയെഴുത്താണ് ഉണ്ടായതെന്ന് K. സുധാകരൻ MP. UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അൻവർ കഴിവും ജനപിന്തുണയുമുള്ള നേതാവാണ്. UDFിലേക്ക് എത്താൻ അൻവറിന് താല്പര്യമുണ്ടെങ്കിൽ പാർട്ടി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കേരളത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു റിസൾട്ടാണ്. ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പൊതുജനത്തിൻ്റെ വികാരപരമായ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് UDFന് അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം. ഞങ്ങൾ ആരംഭത്തിലേ പറഞ്ഞല്ലോ, കേരളത്തിലെ ഇടതുപക്ഷം ഇനി ജയിക്കാൻ സാധ്യതയില്ല. ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ സാധ്യതയില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായി രാഷ്ട്രീയം പഠിച്ച്, രാഷ്ട്രീയം സ്റ്റഡി ചെയ്ത് ഞങ്ങൾ പറയുകയാണ്, വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പിന്നെ നമ്മളെ മുന്നണിക്കകത്തുള്ള ഐക്യം, എല്ലാ നേതാക്കന്മാരും ഒത്തൊരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ച് രാവുപകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട്
എല്ലാ ജനങ്ങളെയും വോട്ടർമാരെയും നേരിൽ കണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി എല്ലാ കുടുംബസംഘം എത്രയാണ് നടത്തിയത്. കേരളത്തിൽ നടത്തിയ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന കുടുംബസംഗമം ഒരു റെക്കോർഡാണ്. അത്ര കുടുംബസംഗമം എന്ന് പറയുമ്പം അത്രയും കുടിലുകളിൽ അത്രയും വീടുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ രാഷ്ട്രീയ യാഥാർത്ഥ്യം യഥാർത്ഥമായി ഒരു ജനസമൂഹത്തിന് നൽകാൻ സാധിച്ച ഒരു അവസരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ ഘടകകക്ഷികളിൽ എല്ലാ ഘടകകക്ഷികളും മുസ്ലിം ലീഗല്ലോ വീണ് മരിച്ച് സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോലും ഇതുപോലെ പ്രവർത്തിച്ചു കാണില്ല. അത്ര ആത്മാർത്ഥമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു നല്ല ചരിത്രത്തിൻ്റെ ഭാഗം. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ തെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൗക്കത്ത് ജയിച്ചുവെങ്കിൽ പോലും ക്ലൈമാക്സിൽ പോലും മിന്നി നിന്നത് PV അൻവറാണ്. PV അൻവർ ഇനി രാഷ്ട്രീയത്തിൽ എങ്ങനെ? രണ്ട് മുന്നണികളും കൊണ്ടറിഞ്ഞു PV അൻവറിൻ്റെ ഈ സാന്നിധ്യം. 1470 വോട്ടാണ് ഇത്തവണ നിലമ്പൂരിൽ കഴിഞ്ഞ പ്രാവശ്യം 2021 നിന്നും UDFന് അവിടെ നഷ്ടമായത്. ഇത്തവണ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെന്ന് UDF അവകാശപ്പെടുമ്പോഴും ഇതിനു മുൻപ് ലഭിച്ച വോട്ടുകളുടെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം PV അൻവറിന്റെ സാന്നിധ്യം തന്നെയാണ്. PV അൻവർ എത്രത്തോളം വോട്ട് പിടിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് 20,000-ത്തിനടുത്ത് ഒരു വോട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പിടിക്കുക എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമല്ല. മാത്രമല്ല PV അൻവർ 75,000 വോട്ട് പറഞ്ഞ മണ്ഡലമാണ്. പക്ഷേ അപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് 20,000 വോട്ടിനടുത്ത് PV അൻവർ നേടുമെന്നുള്ളതാണ്. അതിലേക്ക് തന്നെയാണ് കണക്കുകൾ എത്തിയതും. PV അൻവറെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അതൊരു നേട്ടമായി തന്നെ കണക്കാക്കാം. കാരണം UDFന് PV അൻവറിനെ ഒഴിവാക്കി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അൻവറിനെ മുന്നണിയോട് അടുപ്പിച്ച് നിർത്തുന്നതിനും ഒപ്പം തന്നെ അൻവറിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാടും അത് തന്നെയായിട്ട് എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ ഘട്ടത്തിൽ ഈ എത്രത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞുവെന്ന് ഇനിയിപ്പോൾ എവിടെയാണ് പാളിച്ച പറ്റുന്നതൊക്കെ തന്നെ ഓരോ മുന്നണിയും പാർട്ടിയും ഒക്കെ തന്നെ വിശദമായി തന്നെ വിലയിരുത്തും. കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞത്. അതേസമയം തന്നെ വലിയ വിജയം നേടിയെന്ന UDF അവകാശപ്പെടുമ്പോഴും ഏത് തരത്തിലാണ് എവിടെയൊക്കെയാണ് അടിയൊഴുക്ക്, പ്രത്യേകിച്ച് കരുളായി കഴിഞ്ഞ തവണ അല്ലെങ്കിൽ UDFന്റെ കയ്യിലുണ്ടായിരുന്ന പഞ്ചായത്താണ്. നിലവിൽ ആകെ 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയുമാണ് ഉണ്ടായിരുന്നത്. അതിൽ 7 ഗ്രാമപഞ്ചായത്തുകളിൽ 5ഇടത്തും UDF ഭരിക്കുന്നു, 2ഇടത്താണ് LDF സാന്നിധ്യമുള്ളത്. ആ രണ്ടിടത്തിൽ കരുളായി UDFന്റെ കൈവശം വരുന്നതാണ്. അവിടെയാണ് 118 വോട്ടിന് LDF ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. പോത്തുകല്ലും അതുപോലെ തന്നെ അമരമ്പലവുമാണ് നിലവിൽ LDFനൊപ്പം ഉണ്ടായിരുന്നത്. ഈ 2 പഞ്ചായത്തുകളുമാണ് ഇപ്പോൾ UDFിലേക്ക് പോവുകയും ചെയ്തത്. നിലമ്പൂർ നഗരസഭ LDF ഭരിച്ചിരുന്നതാണ്. അവിടെ 3,900-ത്തിലധികം വോട്ടുകൾക്കാണ് UDFന്റെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ലീഡ് ചെയ്തത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വാർഡുകളുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ പോലും വലിയ തിരിച്ചടിയാണ് LDF ഉണ്ടായിട്ടുള്ളത്. UDFനെ സംബന്ധിച്ച് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കരുളായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി തന്നെ ഓരോ മുന്നണിയും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുൻനിർത്തി പരിശോധിക്കപ്പെടും. മറ്റു വാർത്തകൾ കൂടി നോക്കാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനിലെ ഇസ്ഫഹാൻ ആണവ നിലയത്തിൽ കനത്ത നാശനഷ്ടം. ആണവ കേന്ദ്രത്തിലെ ടണലിലേക്കുള്ള കവാടങ്ങൾ തകർന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതി അറിയിച്ചു. തകർന്ന തുരങ്കങ്ങൾ സ്റ്റോക്ക് പൈലിൻ്റെ ഭാഗമാണെന്ന് UN സുരക്ഷാ കൗൺസിൽ നൽകിയ പ്രസ്താവനയിൽ IAEA മേധാവി റാഫേൽ ഗ്രോസി സ്ഥിരീകരിച്ചു. അടുത്ത വാർത്തയിലേക്ക്. സിറിയയിലെ ഡമാസ്കസിലെ ക്രൈസ്തവ ദേവാലയത്തിൽ ഭീകരാക്രമണത്തിൽ മരണം 25ആയി. ചാവേർ ആണ് ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അമൃത ന്യൂസിൽ വാർത്തകൾ തുടരും.